വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരെ, സ്കൂൾ തലത്തിൽ സംസ്ഥാന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കഥകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പൂത്തുമ്പി ചിന്തകൾ എന്ന പുസ്തക പ്രകാശനം, അതുമായി ബന്ധപ്പെട്ട ചടങ്ങ് ആരംഭിക്കുകയാണ്. ഇതിലേക്ക് സ്വാഗതം പറയാൻ വേണ്ടി സാഹിത്യകാരനും ടാഗോർ സാംസ്കാരിക സദസ്സിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ എസ് ഗോപാലകൃഷ്ണൻ അവരെ ക്ഷണിക്കുകയാണ്. കേരള നിയമസഭയുടെ 4ാമത് അന്തർദേശീയ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ നമ്മളെല്ലാം വളരെയധികം സന്തോഷമുള്ളവരാണ്. വളരെ വ്യത്യസ്തമായ ഒരു പുസ്തക പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു പുസ്തകം ഒരാൾ എഴുതി അത് റിലീസ് ചെയ്യുന്നതാണ്. ഇതങ്ങനെയല്ല. ഒരു പുസ്തകം 24 കുട്ടികൾ എഴുതി അത് ഒരു പുസ്തകമാക്കി ഇവിടെ അങ്ങോട്ട് പ്രകാശനം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതൊരു പുതുമയായിക്കൊള്ളട്ടെ, അങ്ങനെ തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയും. ആ ഒരു പുസ്തക പ്രകാശനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ചിലനിക്കൽ ശ്രീകുമാർ, അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്തു. അദ്ദേഹം വലിയ വിധത്തിൽ അഡ്വക്കേറ്റ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, അദ്ദേഹം ടാഗോർ സാംസ്കാരിക സദസ്സിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും കൂടിയാണ്. പാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്തായി പുസ്തക പ്രകാശനം ചെയ്യുന്ന ശ്രീ NN സുരേന്ദ്രൻ, അദ്ദേഹം ബോധി ബുക്സിൻ്റെ ഡയറക്ടറാണ്, സാഹിത്യകാരനാണ്. ബാലസാഹിത്യത്തിൻ്റെ ധാരാളം വിധത്തിലുള്ള അവാർഡുകൾ നേടിയെടുത്തിട്ടുള്ള ഒരു അദ്ദേഹമാണ്. അദ്ദേഹത്തെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി MS ഷീജ സാറാണ്. അദ്ദേഹം HM ആണ്, ഞാവക്കാട് സ്കൂളിലെ. അദ്ദേഹം സംസ്ഥാന PTA അവാർഡ് ഉൾപ്പെടെ ഏറ്റവും അവസാനം കിട്ടിയ അതാണ്. അതുകൂടെ ധാരാളം അവാർഡുകൾ നേടിയെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ തക്കവണ്ണം ഉള്ളവരാണ്. ശ്രീമതി ശൈലജ പുഞ്ചക്കരിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ടാഗോർ സാംസ്കാരിക സദസ്സിൻ്റെ തിരുവനന്തപുരത്തെ പ്രവർത്തകയാണ്. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാൻ തക്കവണ്ണമുള്ളത് സാവിറ്റാണ്, സാവിറ്റ് മാവേലിക്കര. അദ്ദേഹം ഈ 24 കുട്ടികളുടെ മാതാപിതാക്കളെ റെപ്രസെൻ്റ് ചെയ്ത ഒരാളെയാണ് ഉപയോഗിക്കുന്നത്. അതേ പറ്റുള്ളല്ലോ, ഒത്തിരി പേരുള്ളതുകൊണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ശ്രീമാൻ സത്യാനന്ദൻ സാറിനെയാണ്. അദ്ദേഹം ഒരു കവിയാണ്, അതുപോലെ ടാഗോർ സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇനിയും അനിൽ സാമ്പ്രാട്ട് ശ്രീമാൻ, അദ്ദേഹത്തെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും അദ്ദേഹം പുസ്തക പ്രസിദ്ധീകരണ വേലയിൽ വളരെ ഒരു വിധത്തിൽ വളരെയധികം ഉന്നതി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത പറയുന്നത് SJ ഇളംകുളം സാറാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി വേല ഇത് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ ഇപ്പം നാളെ ഒരു 6 മിനിറ്റേ ആയി. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടികളും തീരും. അത് സന്തോഷകരമാകാനും ഈ പുസ്തകം എല്ലാവരും വായിക്കാനും പ്രോത്സാഹിപ്പിക്കുകയാണ്. 24 കുട്ടികളുടെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള നല്ല കഥകൾ. നമ്മൾ അത്ഭുതപ്പെട്ടു പോവും, ഈ കുട്ടികൾ ഇത് ഇങ്ങനെ എഴുതുമോ എന്ന്. അതുപോലെ അത്ഭുതം നിറഞ്ഞ കഥകളാണ്. കൊച്ചുകുട്ടികളുടെ ഹൃദയം തുറന്ന് എഴുതിയിരിക്കുന്നതാണ്. അവരുടെ മാതാപിതാക്കളെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു, അവരുടെ അധ്യാപകരെ തീർച്ചയായും അഭിനന്ദിക്കുന്നു. ഈ അഭിനന്ദനം കൂടെ നൽകിക്കൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. പുസ്തക പ്രകാശനമാണ്. അത് പ്രകാശനം ചെയ്യുന്നത് സാഹിത്യകാരനും ബോധി ബുക്സിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീ NN സുരേന്ദ്രൻ അവറുകളാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഞാവക്കാട് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ശ്രീമതി MS ഷീജ മേഡമാണ്.
രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനീയരായ വ്യക്തിത്വങ്ങളെ, സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, വിശ്വസാഹിത്യകാരനും നോബൽ സമ്മാന ജേതാവുമായിരുന്ന രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നാമധേയത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന ടാഗോർ സാംസ്കാരിക സദസ്സിൻ്റെ 2025 സംസ്ഥാന വാർഷികത്തോടനുബന്ധിച്ച് മാവേലിക്കരയിൽ വെച്ച് നടന്ന ആ പ്രോഗ്രാമിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾ അവരെ എഴുതിയ കഥകൾ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രകാശനം ചെയ്ത പൂത്തുമ്പി ചിന്തകൾ എന്ന പുസ്തകം തയ്യാറായിട്ടുള്ളത്. ഈ പൂത്തുമ്പി ചിന്തകൾ ആ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുവാൻ തയ്യാറായിക്കൊണ്ട് മാവേലിക്കരയിൽ തന്നെയുള്ള ഗ്ലോബൽ ബുക്സ് തയ്യാറായി വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ ഒരു പ്രചോദനം നമുക്ക് എടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ മഹാസംരംഭത്തിന് തുടക്കം കുറിച്ച ഗ്ലോബൽ ബുക്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് എസ് ജെ ഇളംകുളം സാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ടാഗോർ സാംസ്കാരിക സദസ്സിൻ്റെ പുത്തൻ അധ്യായങ്ങളിലേക്ക് ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ശ്രീ NN സുരേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, എഴുത്തുകാരായ കൊച്ചു കൂട്ടുകാരെ, രക്ഷിതാക്കളെ, വേദിയിൽ ഉപവിഷ്ടരായ എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ തന്നെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ചർച്ച നടക്കുകയായിരുന്നു. അത് തുടങ്ങാൻ 5 മിനിറ്റ് വൈകി, അതുകൊണ്ട് അല്പം കൂടി നീണ്ടുപോയി. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഈ രക്ഷിതാക്കളും കുട്ടികളും ഒന്നിച്ചിരിക്കുന്ന ഈ ഒരു സദസ്സ്, അതുപോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇരിക്കുന്ന ഒരു വേദി. എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ മനുഷ്യരെല്ലാവരും എഴുത്തുകാരാകുന്ന ഒരു കാലം, എല്ലാവരും വായനക്കാരാകുന്ന ഒരു കാലം, എല്ലാ മനുഷ്യരും നല്ല മനുഷ്യരാകുന്ന ഒരു കാലം, അത് സ്വപ്നം കണ്ട് ജീവിക്കുന്ന കുറേ ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ സ്വപ്നം കാണാൻ പറ്റാത്ത ആളുകളും ഉണ്ട് എന്നത് നമുക്ക് തൽക്കാലം വരെ മാറ്റി നിർത്താം. അതിനുള്ള എളിയ ശ്രമങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും അവരെയൊക്കെ സംഘടിപ്പിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. ഞാൻ അധ്യാപകനായിരുന്നു. 40,000-ലധികം പേജുള്ള കുട്ടികളുടെ മെഗാ മാഗസിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ കേട്ടോ, ശ്രദ്ധിച്ചോ ആരെങ്കിലും? 40,000-ലധികം പേജുള്ള മെഗാ മാഗസിൻ, കതിരണിയും പുതുനാമ്പുകൾ. ലോകത്തെവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന്, ഇതുപോലെ ഇതിന് സമാനമായ സംഭവം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയാം. 102 വിദ്യാലയങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെ കൊണ്ടും സാഹിത്യ സൃഷ്ടി നടത്തിച്ച് അവരുടെ കഥകളോ കവിതകളോ ആസ്വാദനക്കുറിപ്പുകളോ ഒക്കെ എഴുതിച്ച്, ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്നു, അതിനും കഴിയുന്നില്ലെങ്കിൽ 4 പഴഞ്ചൊല്ല് ശേഖരിച്ചൊരു സമ്പാദകൻ എന്ന പേരെഴുതി, അല്ലെങ്കിൽ കടങ്കഥ ശേഖരിച്ച്, അങ്ങനെ 102 വിദ്യാലയങ്ങളിൽ മുഴുവൻ കുട്ടികളുടെയും പങ്കാളിത്തത്തോടുകൂടിയും കയ്യെഴുത്ത് മാസിക ഉണ്ടാക്കിയത് മാത്രമല്ല, ആ മാസിക ഒരു സ്കൂളിൽ നിന്ന് അടുത്ത സ്കൂളിലേക്ക് കൊണ്ടു കൊടുക്കുന്നു. കുറച്ച് രക്ഷിതാക്കളും കുറച്ച് അധ്യാപകരും കുറച്ച് കുട്ടികളും കൂടി സഞ്ചരിക്കുന്ന മാസിക.
സഞ്ചരിക്കുന്ന മാസിക എന്നുള്ള ഒരു ആശയം മഞ്ചേരി സബ് ജില്ലയിൽ ഞാൻ അവിടുത്തെ BPO ആയിരുന്ന സമയത്ത് നടത്തി. 2008 അത്. അന്ന് ഞാൻ സ്വപ്നം കണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ എല്ലാവരും എഴുത്തുകാരാകുന്ന, എല്ലാവരും വായനക്കാരാകുന്ന, എല്ലാവരും നല്ല മനുഷ്യരാകുന്ന ഒരു കാലം എന്താ. പക്ഷേ അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഖേദം എനിക്കുണ്ട്. ഇപ്പോഴും എൻ്റെ പ്രദേശത്ത് 105 വീടുകളിൽ ചിൽഡ്രൻസ് ഹോം ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതല്ലല്ലോ നമ്മുടെ വിഷയം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതിയ കഥകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും അവർ നാളെ ഒരു പക്ഷേ ഇവരിൽ പലരും നല്ല എഴുത്തുകാരായി, വലിയ എഴുത്തുകാരായി മാറേണ്ട കുഞ്ഞുങ്ങളാണ്. അവർക്ക് അതിന് അവസരം കൊടുത്ത ബോധി ഗ്ലോബൽ ബുക്സിനും അതിലേക്ക് നയിച്ച ടാഗോർ സംഘാടക സമിതി, അവരുടെ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അർപ്പിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഈ കുട്ടികളുടെ എല്ലാ കഥകളും ഞാൻ വായിച്ചില്ല. ഞാനൊരു കഥ കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ്. മറ്റുള്ളവർ തൽക്കാലം ഒന്ന്, കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ മക്കളെ? ഒരു കഥ, ഒരു ദ്വീപിൽ ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് 2 കാലുകൾ ഉണ്ടായിരുന്നു. ഒരു ദ്വീപിൽ ജനിച്ച ഒരു കുട്ടിക്ക് 2 കാലുകൾ ഉണ്ടായിരുന്നു. ആ 2 കാലുകൾ അത്ഭുതമായി എല്ലാവരും ആലോചിച്ച് അവസാനം ഒരു കാല് മുറിച്ച് കളയാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാനുണ്ടായ കാരണം എന്താണെന്നറിയുമോ? ആ ദ്വീപിലെ മുഴുവൻ മനുഷ്യർ ഒറ്റക്കാലന്മാരായിരുന്നു. ഒറ്റക്കാലനായിട്ടുള്ള ആ നാട്ടിൽ 2 കാലുള്ള കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഒറ്റക്കാല് ഒരു കാല് മുറിച്ച് കളയുന്നത്. കഥ മുഴുവൻ പറയാൻ സമയമില്ല, കാരണം ഇവിടെ ഇത്രയും ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ സംസാരിക്കണം. ഏതായാലും നമ്മളിലൊക്കെ ഉള്ള തിന്മകൾ ഒഴിവാക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന്, ഓരോ കുട്ടിയുടെയും ഭാഗത്തു നിന്ന്, ഓരോ മനുഷ്യൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. നന്മയെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. കുട്ടികൾക്ക് പാട്ട് പാടിക്കൊടുക്കണം, കഥ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഈ വേദി അതിന് പറ്റിയതല്ല എന്നതുകൊണ്ട് ഞാൻ ഔചിത്യബോധത്തോടു കൂടി ഈ കുട്ടികൾക്കെല്ലാം ഭാവിയിൽ തുടർന്ന് എഴുതാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, വ്യക്തിപരമായിട്ട് ഇവരെ കാണാൻ ഒരു പക്ഷേ എനിക്ക് മാവേലിക്കരയിലേക്ക് തന്നെ നമ്മുടെ ജയചന്ദ്രൻ്റെ നാട്ടിലേക്ക് തീർച്ചയായിട്ടും വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ കുട്ടികൾക്ക് എൻ്റെ വകയായിട്ട് ഓരോ പുസ്തകം, അഥവാ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ജയചന്ദ്രൻ വകയായിട്ട് കൊടുത്തു വിടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വിശിഷ്ട വ്യക്തി, പ്രധാന അധ്യാപിക കൂടിയായിട്ടുള്ള ശ്രീമതി MS ഷീജ അവരെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും മഹോത്സവം നടക്കുന്ന ഈ വേദിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് വളരെയേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. നമ്മുടെ 24 കുഞ്ഞുങ്ങളുടെ സർഗാത്മകതയിൽ വിരിഞ്ഞ കഥകളാണ് നമ്മുടെ ഗ്ലോബൽ ബുക്സ് പുസ്തക രൂപത്തിൽ ഇറക്കിയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ എൻ്റെ സ്കൂളിലെ ഹുസ്നയുടെ കഥയും ഉണ്ടെന്നുള്ളത് എനിക്ക് അഭിമാനകരമാണ്. നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്ക് പുതുവർഷത്തിൽ കിട്ടിയ ഒരു സമ്മാനമായിട്ടാണ് ഞാനിതിനെ കരുതുന്നത്. ഈ പുസ്തകത്തിനും ഈ പ്രോഗ്രാമിനും ഇതെഴുതിയ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കവിയും സാഹിത്യകാരനും ടാഗോർ സാംസ്കാരിക സദസ്സിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ T. സത്യാനന്ദൻ അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള സാഹിത്യ കലാ ആസ്വാദകരെ, ഈ സമയം ഒരു പ്രസംഗത്തിന് പറ്റിയതല്ല എന്നുള്ളത് കൊണ്ട് പൂത്തുമ്പി ചിന്തുകൾ എന്ന പുസ്തകത്തിനും
അതിൻ്റെ കഥാകൃത്തുക്കളായ കുഞ്ഞുങ്ങൾക്കും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുത്ത രക്ഷിതാക്കൾക്കും അതിലുപരി സംസ്ഥാന തലത്തിൽ തന്നെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ടാഗോർ സാംസ്കാരിക സദസ്സ് എന്ന സംഘടനയുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്കൊപ്പം അതിനെല്ലാ പിന്തുണയും തന്നുകൊണ്ടിരിക്കുന്ന സർവമാന ആൾക്കാർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സമയം ഞാൻ മറ്റുള്ള പ്രാസംഗികർക്ക് ഒരു 3 മിനിറ്റെങ്കിലും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീമതി ശൈലജ പുഞ്ചക്കാരി. പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് ഈ സുദിനത്തിൽ വളരെ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇന്ന് വായനാശീലം പാടെ വിസ്മരിച്ചുകൊണ്ട് മൊബൈലിൽ കുത്തി നോക്കി കളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിൽ നിന്നും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടെ സർഗാത്മകമായ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ ഒരു വേദി ആണിവിടെ ലഭിച്ചിരിക്കുന്നത്. എനിക്ക് ഈ കുഞ്ഞുങ്ങളെ അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതോടൊപ്പം അവർക്ക് എല്ലാവിധ പ്രചോദനവും നൽകി കൂടെ നിൽക്കുന്ന രക്ഷകർത്താക്കൾക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. ഇനിയും നിങ്ങൾ എഴുതണം. കാരണം മൊബൈലല്ല നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ ജീവിതം. എഴുതാനും വായിക്കാനും വായിച്ചു വളരാനും എഴുതി ജീവിക്കാനുമുള്ള ഒരു പ്രചോദനം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. തീർച്ചയായും ഇതുപോലുള്ള പ്രസാധകർ ഇനിയും ഉണ്ടാകും. ഈ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇനി ഭാവിയിലെ വലിയ വലിയ കഥാകൃത്തുക്കളും കവിതാകൃത്തുക്കളും സാഹിത്യകാരന്മാരും മാറട്ടെ എന്ന് ഞാൻ എൻ്റെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സാവിറ്റ് മാവേലിക്കര. നമ്മുടെ എഴുത്തുകാരെന്ന വലിയ കൊച്ചുകുട്ടികളുടെ മാതാപിതാക്കളെ എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ വലിയ എഴുത്തുകാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതമുണ്ട്. തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എല്ലാ ബഹുമാന്യ എല്ലാവർക്കും വേദിയിലിരിക്കുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ കൊച്ചുകുട്ടികളുടെ ചെറിയ ചെറിയ വളർച്ചകൾ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവർ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും എഴുതാൻ പഠിച്ചപ്പോഴും സംസാരിക്കാൻ പഠിച്ചപ്പോഴും ഒക്കെ. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരു ബഹുമതിയുടെ അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. കാരണം അവർ കാരണം നമ്മൾക്കിങ്ങനെ ഒരു ഇരിക്കാൻ ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. അവരുടെ ഈ സർഗശക്തി ഇന്നൊരു പുസ്തകമായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്കെല്ലാം അഭിമാനമാണ്. അതിന് നമ്മളെ ഇവിടെ കൂട്ടി എത്തിച്ച, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ടാഗോർ സാംസ്കാരിക സംഘടനയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും, ഗ്ലോബൽ ബുക്സിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയുണ്ട്. എന്നാൽ എല്ലാ കൊച്ചു കൂട്ടുകാർക്കുമുള്ള ഒരു ആശംസ, നിങ്ങളുടെ ഇതൊരു തുടക്കം മാത്രമാണ് എന്നതാണ്. ഇതൊരു ചെറിയൊരു തുടക്കം മാത്രമാണ്. ഭാവിയിൽ നിങ്ങളെ വലിയ ഒരു എഴുത്തുകാരായി മാറ്റുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കുവാൻ ഈ മാതാപിതാക്കളും സമൂഹവും ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഒരു വിദേശത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഒത്തിരി കുട്ടികളുമായിട്ട് സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവരുടെ ബയോഡേറ്റയിൽ അല്ലെങ്കിൽ CV തയ്യാറാക്കുമ്പോൾ സ്പോർട്സ്, ആർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തും അവരുടെ ഒരു ക്വാളിഫിക്കേഷനായിട്ട്. എന്നാൽ എവിടെയും തന്നെ ഒരു എഴുത്തുകാരനാണ് അല്ലെങ്കിൽ എഴുത്തുകാരിയാണ് എന്നെങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അങ്ങനെ ഒരു പദവി കൂടെ അവർക്ക് ലഭിക്കട്ടെ. അവർ ഭാവിയിൽ ഒരു വലിയൊരു എഴുത്തുകാരായി മാറാൻ, ഒരു കവയിത്രികളോ ഒക്കെ ആയി മാറാൻ അവർക്കും അവസരമുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ഒരു ചവിട്ടുപടിയാണിത്. തുടർന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ ഭാവിയിൽ നിങ്ങളെ വലിയ പേരുകളിൽ കാണാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ അനിൽ സാമ്രാട്ട്. പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം 85കളിലെ അതുപോലെ തന്നെ 90കളുടെയും കാലഘട്ടത്തിൽ തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന അങ്കണം സാംസ്കാരിക വേദിയാണ് ഇത്തരം ഒരു കുട്ടികളുടെ എഴുത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ മത്സരങ്ങൾ സംഘടിപ്പിച്ച് ഇത്തരം കഥാരചനകളും കവിതാരചനകളൊക്കെ
പ്രസിദ്ധീകരിച്ചിരുന്ന സ്ഥാപനമാണ്. അത് ഈ കാലഘട്ടത്തിൽ അന്യം നിന്ന് പോകുമ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള മഹത്തായ കർമ്മമാണ് വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രവും ഗ്ലോബൽ ബുക്സും ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഈ ഒരു 24 കൊച്ചു മനസ്സുകൾ ഈ പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ എഴുതിയിട്ടുള്ള സ്കൂൾ മുറ്റം മുതൽ പ്രണയമാധുര്യം വരെയുള്ള കഥകൾ, ആ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നമുക്ക് പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് അതിലെ കനൽ എന്ന് പറയുന്ന ഒരു കഥയിലെ ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവസാനമായിട്ടൊരു അഭിത്ര എന്ന് പറയുന്ന ഒരു കുട്ടിയിലെ കനൽ എന്ന് പറയുന്ന ഒരു കഥയിൽ പറയുന്ന ഒരു വാചകമാണ്, ഓർക്കുക നീ ലഹരിയെ വേണ്ടെന്ന് വയ്ക്കാം വേണ്ടപ്പെട്ടവർക്കായി, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. അപ്പോൾ അത്രമാത്രം അവർ ലഹരിയുടെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ കുറിച്ച് അവബോധം അവരിലുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. അതുപോലെ തന്നെ പ്രണയമാധുര്യം എന്ന് പറയുന്ന കഥയിലും ഒരു സന്ദേശം നൽകാൻ ഈ കുട്ടികൾക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരൊക്കെ നമുക്ക് വേണ്ട പ്രോത്സാഹനം നൽകി വരും തലമുറയ്ക്ക് ഒരു മാതൃകയാക്കാൻ ഈ ഭാവി തലമുറയിലെ ഒരു കൈവിളക്കായി ഇവരുടെ ഈ പുസ്തകങ്ങൾ മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ശരത് ബാബു തച്ചമ്പാറ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ്. കാരണം ഇവിടെ 5-6 വേദികളിലായി 3 ദിവസമായി ഒരുപാട് പുസ്തക പ്രകാശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ട് ഒരു 46 കണ്ണുകൾ, 23 കുട്ടികൾ, 46 കണ്ണുകൾ അവരുടെ പരിസരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമുക്കൊക്കെ വളരെ കൗതുകം നൽകുന്ന ഒന്നാണ്. ആ അർത്ഥത്തിൽ ഈ കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഞങ്ങളൊക്കെ പുസ്തകങ്ങൾ എഴുതിയവരാണ്, 10-20 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എഴുതിയതൊക്കെ ഈ ഒരു പ്രായത്തിൽ ഞങ്ങൾക്കൊന്നും ഒരു പുസ്തകം എഴുതാനോ ഒരു പുസ്തകത്തിൻ്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ ഒരു കവിതയോ കഥയോ എഴുതി നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു അഡ്രസ്സ് ഉണ്ടാക്കാനോ ഉള്ള ഭാഗ്യം കിട്ടിയിരുന്നില്ല. പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അധ്യാപകരിൽ നിന്ന് അടി കിട്ടിയിട്ടുള്ളത് തന്നെ ബാലരമ പോലെയുള്ള പുസ്തകങ്ങൾ ഒളിപ്പിച്ച് വായിക്കുന്നതിൻ്റെ പേരിലായിരുന്നു. അന്നത്തെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അധ്യാപകർ അതിൻ്റെ പേരിൽ നമ്മളെ അടിക്കുമായിരുന്നു. പക്ഷേ പുതിയ പാഠ്യരീതി അനുസരിച്ച് നിങ്ങൾ മറ്റു പുസ്തകങ്ങൾ കൂടി വായിക്കൂ എന്നാണ് പുതിയ പാഠ്യരീതി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് വായിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ വായിക്കുന്ന കുട്ടികൾ ഞങ്ങൾക്കും എന്തെങ്കിലും എഴുതണമെന്ന് ചിന്തയോടുകൂടി നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കാണുമ്പോഴാണ് 23 കുട്ടികൾക്ക് ഇതുപോലെയുള്ള അവരുടെ ജീവിത പരിസരത്തിൽ നിന്നുള്ള മനോഹരമായ കഥകൾ വായിക്കാനും എഴുതാനും ഒക്കെ കഴിയുന്നത്. എനിക്ക് പുസ്തകം വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഈ കണ്ണുകളിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ മലയാള ഭാഷയോടുള്ള സ്നേഹത്തോടുള്ള മനുഷ്യരോടുള്ള സ്നേഹം കാണുന്നുണ്ട്. ഈ സ്നേഹം പറ്റാത്ത ഒരു ഉറവയായി നിങ്ങളുടെയൊക്കെ കണ്ണുകളിൽ നിലനിൽക്കട്ടെ. നിങ്ങൾ ഇനിയും വലിയ വലിയ എഴുത്തുകാരായി ഇതുപോലുള്ള വേദികളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ഓരോരോ പുസ്തകങ്ങളും എഴുതി മലയാള സാഹിത്യത്തിൻ്റെ ഭാഗമാകട്ടെ എന്ന എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഒരാളെ വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കനൽ എഴുതിയ പ്രിയ കൂട്ടുകാരി അഭിത്രയെ ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അഭിത്ര. ആദ്യം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം ഈ വേദിയിൽ നിൽക്കുന്നതിന്. ഞാൻ എഴുതിയത് ഇങ്ങനെ സക്സസ് ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്തോ ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു അവസരം തന്ന ടാഗോർ സാംസ്കാരിക വേദിക്ക് ആദ്യം തന്നെ നന്ദി പറയാണ്. എന്താ പറയണ്ടതെന്ന് പറ്റുന്നില്ല. നന്ദി. പരിമിതമായ സമയത്ത് ഈ പ്രോഗ്രാം വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗ്ലോബൽ ബുക്സിൻ്റെ ഉടമ ശ്രീ SJ ഇളംകുളം സാറിനെ ക്ഷണിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം സ്റ്റേജിലോട്ട് വരണം കേട്ടോ. നന്ദി. എല്ലാ കുഞ്ഞുങ്ങളും സ്റ്റേജിലോട്ട് വരണം. പിന്നെ നന്ദി. അധികം സമയമില്ല, 3 മിനിറ്റാണുള്ളത്. ഈ പുസ്തകം ഇറക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ പറ്റുന്നില്ല, സമയമില്ല. എങ്കിലും ഞാൻ പറയാം. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ചെർണിക്കൽ ശ്രീകുമാർ സാറ്, സത്യാനന്ദൻ, ഗോപാല സാറ്, സുരേന്ദ്ര സാറ് എന്നിവരെല്ലാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് അതായത് ഒരു ഗർഭിണി ആയിരിക്കുന്ന ഒരു അമ്മ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചത്
എസ് ഗോപാലകൃഷ്ണൻ സാറാണ് ഈ ബുക്ക് ഇത്രയും 24 പേരുടെയും ഒരു ഫോട്ടോ പോലും തെറ്റാതെ ഫോൺ നമ്പർ എല്ലാം ശേഖരിച്ച് സാറാണ് ഈ ബുക്ക് ഇത്രയും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് എന്നെ സഹായിച്ചത്. അതിന് എനിക്ക് വളരെയധികം നന്ദി ഞാൻ ആദ്യമായി സാറിനോട് തന്നെ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് തിരുനൈക്കൽ ശ്രീകുമാർ, ടാഗോർ സാംസ്കാരിക വേദിയുടെ പ്രസിഡൻറ്റ്, അതുപോലെ സത്യാനന്ദൻ ടാഗോർ സാംസ്കാരിക സദസ്സിൻ്റെ സെക്രട്ടറി, അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പ്രകാശനം ചെയ്ത സുരേന്ദ്ര സാറ്, അദ്ദേഹം ദീർഘകാല അധ്യാപകനായിരിക്കുകയും BRCയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്ത സാറാണ്. സാറിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇത് ഏറ്റുവാങ്ങിയ ഷീജ ടീച്ചർ ഒരു മാതൃകാ അധ്യാപികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മാവേലിക്കരയിൽ നിന്ന് വന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ഷീജ ടീച്ചറിന് പ്രത്യേകം കുട്ടികളെല്ലാം മക്കളെ പോലെ കരുതി പരിപാലിക്കുന്ന ഷീജ ടീച്ചറിനെ ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എല്ലാവർക്കും ഈ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലെ സഹകരിച്ച ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്ക് അവസാനിപ്പിക്കുന്നു.